ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹതയേറി. ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ദേവസ്വം നിയമങ്ങൾ ലംഘിച്ചാണെന്ന രേഖകൾ പുറത്തുവരുന്നു. ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇതിനിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്താൻ അനുമതി തേടി ദേവസ്വം ബോർഡ് വിജിലൻസ് ഹൈക്കോടതിയെ സമീപിക്കും. 1934 തിരുവിതാംകൂർ സർക്കാരിന്റെ ദേവസ്വം നിയമത്തിലും 1954 ദേവസ്വം റെഗുലേഷനിലും തിരുവാഭരണങ്ങൾ ക്ഷേത്ര പരിസരത്ത് പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്തെ അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്നും വ്യക്തമാക്കുന്നു. ഇത് മറികടന്നാണ് 2019ലും 2025ലും ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. 2020-21 കാലത്ത് പഴയ ആ വിജയമല്യ പൂശിയ റെഡിയാക്കിയ ശ്രീകോവിലിൽ ചോർച്ച അത് കൃത്യമായി ഇളക്കി അവിടെ വെച്ച് തന്നെ അടച്ചു. കോടതിയെ അറിയിച്ച് സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ച് അവിടെ വെച്ച് തന്നെ വർക്ക് ചെയ്ത് കേടുപാടുകൾ തീർത്താണ്. അപ്പൊ അറിയാമയ്യ എന്ന് പറയാൻ പറ്റത്തില്ല. പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ ഭാഗമല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ശില്പം കൊടുത്തുവിടുകയും ചെയ്തു 2019. ഇപ്പോൾ പുറത്തുവന്നതിനപ്പുറം ശബരിമലയുടെ പേര് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി വേറെയും തട്ടിപ്പ് നടത്തിയെന്ന വിവരം ദേവസ്വം വിജിലൻസിനുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്, റിപ്പോർട്ടർ.